ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്പർ തന്നിട്ടില്ലേ, ഈ ഒരു നമ്പറിനെ നമ്മൾ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഫ്രാക്ഷൻ ആയിട്ടാണ്. ഇത് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് അതിനെ ദശാംശ രൂപത്തിലാക്കി മാറ്റണം. നമുക്ക് മാറ്റേണ്ടത് 3/5നെയാണ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ഇവിടെ അടിയിൽ 5 ആണുള്ളത്, നമ്മളിതിനെ 10 ആക്കണം അല്ലേ? അപ്പോൾ 10 ആക്കാൻ നമ്മൾ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനെ 5 × 2 എന്ന് എഴുതുകയാണെങ്കിൽ മുകളിൽ 3നെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 6/10 കിട്ടും. നിങ്ങൾ തന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ 0ക്ക് 6 കൊടുത്തിട്ട് 0.6 എന്ന് എഴുതും അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? നെക്സ്റ്റ് അതേപോലെ നമ്മൾ 61/125 ഇത് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ 125നെ 5ൻ്റെയും 2ൻ്റെയും ഫ്രാക്ഷൻസ് ആക്കി മാറ്റുക. അപ്പോൾ നമുക്കിതിനെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടും. പിന്നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. പിന്നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 കിട്ടി, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് 125നെ 5 × 5 എന്ന് എഴുതാം. മുകളിൽ 61ന് 61 എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ ഓരോ 5നും ഓരോ 2 വീതം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 × 5 3 5കളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ 3 2കളെ കൊണ്ട് ഗുണിക്കുക. 2 × 2. ഇനി മുകളിൽ നമ്മുടെ 61 അതുപോലെ എഴുതുക. ഇനി അടിയിൽ നമ്മൾ 3 2കളെ കൊണ്ട് ഗുണിച്ചത് കൊണ്ട് ഇവിടെയും 2 × 2 ചെയ്യാം. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയ? 61നെ നമ്മൾ ഈ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 488 എന്ന് കിട്ടും. അടിയിൽ നമുക്ക് നോക്കാം, ഈ 5ഉം ഈ 2ഉം കൂടെ ഗുണിച്ചാൽ 10, ഇത് 2ഉം ഗുണിച്ചാൽ 10, ഇത് ഗുണിച്ചാലും 10. ഇപ്പോൾ നമുക്ക് 10 × 10 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 488 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു 0.488 അല്ലേ? അപ്പോൾ ആൻസറായി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 3 ലിറ്റർ മിൽക്ക് ഉണ്ട്. ഓക്കെ, ഈ 3 ലിറ്റർ മിൽക്ക് നമ്മൾ 8 കുപ്പികളിലാക്കിയിട്ട് ഭാഗിക്കുകയാണ്. 3 4 5 6 7 8 8 കുപ്പികളിലാക്കുകയാണെങ്കിൽ ഈ ഒരു കുപ്പിയിൽ എത്ര മിൽക്ക് വരുന്നതാണ് ചോദ്യം. അതായത് നമ്മൾ 3/8 ആണ് ചെയ്യുക. 3/8 എന്ന് പറഞ്ഞാൽ 3/8 എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ 10 ആക്കണം, എന്നാലേ നമുക്ക് ഇതിനെ ഹരിക്കാൻ പറ്റുള്ളൂ. 10 മീൻസ് 10ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമുക്കറിയാം 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 3 എഴുതി. ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഓരോ 2നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5, പിന്നെ അടുത്ത 2 എടുക്കുക, 2 × 5, അടുത്ത 2 എടുക്കുക, 2 × 5. ഇനി മുകളിൽ 3 എഴുതി. നമ്മൾ ഓരോ 2നും 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ, കണ്ടോ? അപ്പോൾ ആ ഓരോ 5നെയും മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അടിയിൽ 1000 എന്ന് കിട്ടും, 1000 എന്ന് കിട്ടും. മുകളിലോ 3 × 5 × 5 × 5 3 × 125 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 375 എന്നല്ലേ വരിക? 375 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 0.375 എന്ന ആൻസർ കിട്ടും. അതായത് ഇത്രയും ലിറ്ററാണ് നമ്മൾ ഒരു കുപ്പിയിൽ ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് എന്താണെന്ന് വെച്ചാൽ 1/2 + 1/4 + 1/8 + 1/16 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടിയിലുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ദേ കിടക്കണ ഈ 1ഉം അല്ല ഈ 2 4 8 16 ഇതിനെല്ലാം ഒരേ നമ്പറാക്കി വിട്ട് മാറ്റുക. അതായത് ഇതിനെല്ലാം നമ്മൾ ഒരു സെയിം മൾട്ടിപ്പിൾ ആയിട്ട് മാറ്റുക. ഇപ്പോൾ ഇതിനെ 1000 ആക്കുകയാണെങ്കിൽ ഇതെല്ലാത്തിനെയും 1000 ആക്കാം. അങ്ങനെ നമ്മൾ ആക്കുകയാണെങ്കിൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എല്ലാത്തിനെയും ഏറ്റവും വലിയ നമ്പർ ആരാ? 16 അല്ലേ? 16ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് മാറ്റാനാണ് നോക്കുക. അപ്പോൾ നമ്മൾ 16 നമ്മൾ ഇതുപോലെ ഇങ്ങനെ എഴുതി നോക്കാം കേട്ടോ. 2, അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും.
അപ്പോൾ നമ്മൾ 2 ചെയ്യും, അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. പിന്നെയും 2 ചെയ്യും, അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. പിന്നെയും 2 ചെയ്യും, 1 വരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ നമുക്ക് 16 ഇങ്ങനെ എഴുതാം. അപ്പോൾ എല്ലാ നമ്പറിലും അതുപോലെ എഴുതി നോക്ക്. 1/2 പ്ലസ് 1/2 ഇൻറ്റു 2 പ്ലസ് 1/8 1/2 ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് 16 1/2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇങ്ങനെ എഴുതിയില്ലേ. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക, ഓരോ 2ക്കും ഓരോ 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം, വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് നോക്ക്, ഇവിടെ ഒരു 2 ആണ്, ഇവിടെ 2 2 ആണ്, ഇവിടെ 3 2 ആണ്, ഇവിടെ 4 2 ആണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഫസ്റ്റ് 4 2കളാക്കിയിട്ട് മാറ്റണം. എന്താക്കണം, എല്ലാത്തിനെയും 4 2 ആക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ 4 2 ആക്കണം കേട്ടോ. 1/2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 2 ആക്കുമ്പോൾ ഇവിടെ ആദ്യം ഒരു 2 അല്ലേ ഉള്ളൂ, ബാക്കി 3 2 എക്സ്ട്രാ വന്നല്ലേ, ആ 3 2 നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. പ്ലസ് അടുത്ത നമ്പർ എഴുതി 2 ഇൻറ്റു 2. ഇതിൽ 4 ആക്കണമെങ്കിൽ 2 2 എക്സ്ട്രാ വേണം, അപ്പോൾ അതെഴുതി. ഇനി മുകളിൽ ആദ്യമുള്ള 1 ഉണ്ട്, 2 2 എക്സ്ട്രാ ഇട്ട് കൊടുത്തില്ലേ, അത് 2 ഇവിടെ എഴുതി. പ്ലസ് അടുത്തത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്നാണ്. ഇത് 4 ആവണമെങ്കിൽ ഒരു 2 കൂടെ ഇട്ട് കൊടുക്കണം അല്ലേ, ആ ഒരു 2നെ 1ൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. പ്ലസ് അടുത്തത് ഇതാണ് 1/, ആദ്യമുള്ള 16, ഒന്നും ചെയ്യണ്ട അല്ലേ, 4 2 ഉണ്ട്. ഇപ്പം എല്ലാം സെയിം ആയി. ഇനി ഇറ്റ്സ് ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ, ഈ ഓരോ 2നെയും നമുക്ക് ഓരോ 5 കൊണ്ട് ഗുണിച്ച് കൊടുക്കണം, ആണല്ലോ. ഈ എഴുതിയിട്ടുള്ള ഈ ലാസ്റ്റ് എഴുതിയിട്ടുള്ള ഈ ഒരു സംഭവമില്ലേ, ഇതായത് ഇത് അപ്പുറത്തെ ഒരു പേജിലേക്ക് ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഓരോ 2കളും ഇല്ലേ, ഈ ഓരോ 2നും ഓരോ 5കൾ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ 2നെയും ഓരോ 5 വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദെൻ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് വരും ഇല്ലേ. അപ്പോൾ ആ 5കളേക്ക് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് അടിയിൽ എന്താ വരിക അറിയോ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ 10,000 എന്നാണ് വരിക. അപ്പം ഞാൻ ആ 10,000 അതുപോലെ എഴുതാണ് കേട്ടോ. 10,000 എല്ലാതും 10,000 ആവും. ഈ മുകളിൽ ഈ 2കളെ കൂടെയൊക്കെ ഓരോ 5കൾ വരും. 5 5 5 ഉണ്ടല്ലോ. ഇതിന് ഒരു 5 വരും, ഇതിനൊരു 5 വരും, ഇതിനൊരു 5, ഇതിനൊരു 5 ആണല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ 4 5 വരും അല്ലേ. അപ്പം ഇവിടെ ഒരു 5 കൂടെ വരും. ഇവിടെയും നോക്ക്, ഒരു 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എന്തായിട്ട് വരും, ഇവിടെയുള്ള ഈ 1 ഓരോ ഇതിനും ഓരോ 5 കൊടുത്തു, പിന്നെ ഇതാ ഈ 4 5കൾ മേലെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ 10 10 10 ഇൻറ്റു 5 അങ്ങനെയല്ലേ വരിക. അതായത് നമുക്ക് അവിടെ വരിക എത്രയാണെന്നറിയോ, 5000 എന്നാണ് വരിക. ഓക്കെ, എത്രയാണ് വരിക, 5000 എന്നാണ് വരിക. പ്ലസ് നമ്മൾ അതേപോലെ ഇവിടെയും 5 5 5 5 എന്ന് കൊടുക്കും. അപ്പോൾ ഈ 4 5 മേലെയും കൊടുക്കണം. 1 2 3 4 4 5നെയും നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2500 ഡിവൈഡഡ് ബൈ നമ്മുടെ 10,000 കിട്ടും. ഓക്കെ, പ്ലസ് നമ്മൾ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 1250 ഡിവൈഡഡ് ബൈ 10,000 എന്ന് കിട്ടും. പ്ലസ് 625 ഡിവൈഡഡ് ബൈ 10,000. ഇനി നമ്മൾ എന്ത് ചെയ്യാറിയോ, മുകളിലുള്ള നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യുക. അടിയിലുള്ള ഈ നമ്പർ ഉണ്ടല്ലോ അതേപോലെ തന്നെ എഴുതാം. അടിയിലുള്ള 10,000 നമ്മൾ അതേപോലെ എഴുതി, മുകളിലുള്ള 5000 2500 1250 625 എല്ലാം കൂടെ ആഡ് ചെയ്താൽ 9375 എന്ന് കിട്ടും. ഇത് നമ്മൾ എഴുതുമ്പോൾ 0.9375 എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.